Hi all, welcome back to my YouTube channel Leon. ഇന്ന് വന്നേക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്യാറ്റ് ഫിഷിനെ കുറിച്ചാണ്. ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ മോൺസ്റ്റർ ടൈപ്പ് ക്യാറ്റ് ഫിഷ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇച്ചിരി നല്ലതായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കപ്പെടുന്ന കുറച്ച് 2-3 ക്യാറ്റ് ഫിഷിനെ കുറിച്ച് പറയാനാണ്. ക്യാറ്റ് ഫിഷിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലിയാണ്. ഏകദേശം 900 സംതിങ് ക്യാറ്റ് ഫിഷുകളുണ്ട് ഈ ലോകത്തിൽ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പം എല്ലാവരും വെച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു 2-3 ക്യാറ്റ് ഫിഷിനെ കുറിച്ച് പറയാനാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മുടെ കുറേ ചെറിയൊരു പോണ്ടുണ്ട്, കണ്ടില്ലേ, തിലോപ്പിയൊക്കെ കാണാമോ, എല്ലാമാതിരി തീറ്റിയെടുക്കാൻ വരുവാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ക്യാറ്റ് ഫിഷിനെ കുറിച്ച് തുടങ്ങാം. അപ്പം നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്ന ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ റെക്ടൈൽ ക്യാറ്റ് ഫിഷാണ്. ഇപ്പം ഭയങ്കര കോമൺ ആയിട്ട് ചീപ്പായിട്ട് റേറ്റ് കിട്ടുന്ന ഒരു ക്യാറ്റ് ഫിഷാണ് റെക്ടൈൽ ക്യാറ്റ് ഫിഷ്. ഏകദേശം സ്മോൾ ബേബിക്ക് 150 to 200 ആ ഒരു റേഞ്ചിലെ കുഞ്ഞ് ബേബികൾക്കകത്തുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ അസ്റ്റോണിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു 5 feet പ്ലസ് വളരാൻ കേപ്പബിലിറ്റി ഉള്ള ക്യാറ്റ് ഫിഷാണ്. ഏകദേശം 80 കിലോയുടെ മണ്ടയ്ക്ക് വെയിറ്റ് വെക്കുന്നതാണ്. ബട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് കിട്ടുന്നതെല്ലാം 3 feet 4 feet താഴെയുള്ളത് കിട്ടത്തുള്ളൂ. ഒരു 50 kg അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് കിട്ടുന്നത്. പക്ഷേ ഇതിന് മാക്സിമം ഒരു 80 കിലോയ്ക്ക് മണ്ടയ്ക്ക് വരെ പോകാൻ കഴിയുന്ന ഒരു ക്യാറ്റ് ഫിഷാണ്. നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച ഇതിൻ്റെ വലിയൊരു ക്യാറ്റ് ഫിഷ് ഉണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ബേബി കിടപ്പുണ്ട് ഇതിൻ്റെ, ഞാൻ ആ ബേബിയെ കാണിക്കാം. ഇതാണ് നമ്മുടെ റെക്ടൈലിൻ്റെ ബേബി, ഉണ്ടല്ലേ. ഓ, ഫുഡ് കഴിച്ചിട്ടിരിക്കുക, ഒത്തിരി സ്ട്രെസ് എടുപ്പിക്കേണ്ട. കണ്ടോ, വാലിൽ ചെറിയ ഷെയ്ഡ് കയറി വരും. കുഞ്ഞായിരിക്കുമ്പോൾ ആ റെഡ് കളർ അറിയത്തില്ല, നല്ല വലുതാകുമ്പോഴത്തേനും റെഡ് കളറേഷൻ നല്ലതായിട്ട് കയറി വരും, കാണാൻ നല്ല രസമാണ്. മെയിൻലി ഒരു ഡോഗിനെ വളർത്തുന്നതിൻ്റെ ഒരു ഫീലിംഗ് ആണ്. ഒരു വെള്ളത്തിലൊരു ഡോഗ് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് തീറ്റയൊക്കെ എടുക്കും, നല്ല പെറ്റായിരിക്കും, നമ്മളെ ഓണറിനെയൊക്കെ തിരിച്ചറിയും. പിന്നെ ഒരു കോമണായിട്ടെന്ന് പറഞ്ഞാൽ ഡോഗ് എങ്ങനെ ബാർക്ക് ചെയ്യുന്നു ഇതിനും അതുപോലെ ഒരു ബാർക്കിംഗ് ഉണ്ട്. ചെറുതായിട്ടൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കും, ഒരു ഗ്രൗളിംഗ് ഉണ്ടാക്കും. മെയിനായിട്ട് ഇത് ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്ന കാരണം നല്ല എല്ലാവർക്കും വാങ്ങിച്ച് വളർത്താൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ക്വാളിറ്റി അത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇവന്മാർ എളുപ്പം ഡെഡാകും. മെയിനായിട്ട് ഇപ്പോൾ വാങ്ങിക്കുന്നവരുടെ എല്ലാം ഒരു പ്രോബ്ലമാണ് റെക്ടൈൽ ക്യാറ്റ് ഫിഷ് എളുപ്പം ഡെഡാകുന്നുള്ളത്. അപ്പം വാട്ടർ ക്വാളിറ്റി നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇവന് എളുപ്പം ഡെഡാകുന്ന ഒരു ഇതുണ്ട്. അതാണ് ഒരു മെയിൻ ഡിഫക്റ്റ് ഇതിൻ്റെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ നെക്സ്റ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ ടൈഗർ ഷവൽനോസ് ആണ്. ഇതും ഇപ്പം നമ്മുടെ റെക്ടൈലിൻ്റെ പറഞ്ഞ കൂട്ട് ഇത് നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാവരും വാങ്ങിച്ച് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞത് സൗത്ത് അമേരിക്കയാണ്. ഇതിനൊരു മാക്സിമം വെയിറ്റ് 70+ കിലോ ഒക്കെ എത്തും. ഒരു 122 centimeter ഒക്കെ ഇതിൻ്റെ മാക്സിമം നീളം വെക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഈ ഫിഷസിനൊക്കെ നമ്മൾ അക്വേറിയത്തിൽ ഇട്ട് വളർത്തുവാണെങ്കിൽ നല്ലൊരു വലിയ അക്വേറിയം തന്നെ വേണം. അക്വേറിയം എന്നല്ല, ഒരു പോണ്ടിലിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പം നമ്മൾ ഇത് വിൽക്കുന്നവരൊക്കെ പറയുന്നത് പറഞ്ഞാൽ ടൈഗർ ഷവൽനോസ് ഭയങ്കര ചെറുതായിട്ടേ വളരത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കുളത്തിൽ ഇട്ടേക്കുന്ന ഞാൻ ഒരു ഫിഷിൻ്റെ വീഡിയോ കാണിക്കാം. കൊണ്ടിട്ട് 1 വർഷത്തിനുള്ളിൽ അത് വളർന്ന സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മോൺസ്റ്റർ ടൈപ്പിലിട്ട് അത് വളർന്നു. അത് ഞാനിപ്പം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ബേബിയെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഗൈസ്, കണ്ടില്ലേ, നമ്മുടെ ടൈഗർ ഷവൽനോസിൻ്റെ ബേബിയാണ്. ഇപ്പോൾ ഇതിൻ്റെ മാർക്കിങ്ങും അതിൻ്റെ ആ ഒരു പാറ്റേൺ ഒന്നും കറക്റ്റായിട്ട് കാണത്തില്ല. ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ പാറ്റേണൊക്കെ അറിയത്തുള്ളൂ. മറ്റെല്ലാ ക്യാറ്റ് ഫിഷിനൂടെ നമ്മുടെ ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് തീറ്റ എടുക്കും, നമുക്ക് പെറ്റായിട്ട് വളർത്താൻ പറ്റും. അതേത് ക്യാറ്റ് ഫിഷ് ആണെങ്കിലും ശരി, നമ്മുടെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്താൻ നല്ലതായിട്ട് തീറ്റ നമ്മുടെ കയ്യിൽ നിന്ന് വന്നെടുക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ മൂന്നാമത്തെ ഫിഷ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ടൈഗർ ഷവൽനോസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ടില്ല, റെക്ടൈലിൻ്റെയും ഷവൽനോസിൻ്റെയും കൂടെ ഒരു ക്രോസ് ബ്രീഡ്. ഇതിൽക്കൂട്ടാ ഞാനിവിടെ ഇങ്ങനെ റെക്ടൈലിനെ കാണിക്കും, ഇവിടെ ഷവൽനോസിനെ കാണിക്കും. അതിൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ ഈ സാധനം വരണം. ഓക്കെ, അപ്പം ഗൈസ്, ഇവിടെ കാണുന്നതാണ് നമ്മുടെ ടൈഗർ ഷവൽനോസ്. എന്ന് വെച്ചാൽ ഷവൽനോസിൻ്റെ പാറ്റേണും കാണും, പക്ഷേ ബോഡി ഷേപ്പ് റെക്ടൈലിൻ്റെ കൂട്ടായിരിക്കും. നമ്മുടെ ചെറിയൊരു ടാങ്കിനകത്ത് ഇതിൻ്റെ ഒരു ചെറിയൊരു ബേബി കിടപ്പുണ്ട്, നമുക്ക് നോക്കാം അത് വരുമോന്ന്. വേടാ, മടി.
ഗൈസ് നിങ്ങൾക്ക് കാണാം, നമ്മുടെ താഴെ നാം കയറി വരുന്നുണ്ട്, കൂടെ അലിഗേറ്ററുകാരും വരുന്നുണ്ട്. ആ ബാ വേണ്ട കൈ തീറ്റ ഉണ്ടെന്ന് കരുതി വരുവാണ് അവൻ. തീറ്റയില്ലടാ, മനസ്സിലായി, പറ്റിച്ചതാണ്. അപ്പോൾ കണ്ടോ അതിൻ്റെ ബോഡി ഷേപ്പ് കണ്ടോ, റെക്റ്റൈൽ ലൂട്ട് തന്നെയാണ്, പക്ഷേ ദേഹത്ത് ഷവൽനോസിൻ്റെ മാർക്കിങ്ങാണ്. ഇതിൻ്റെ വലിയതായത് നമ്മുടെ പോണ്ടി കിടപ്പുണ്ട്, ഹ്യൂജ് സൈസായത്. ഞാനിപ്പോൾ ഇങ്ങനെ അക്വരത്തിൽ ഈ ചെറിയ സെറ്റപ്പ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ഇച്ചിരി സൈസായി കഴിഞ്ഞിട്ട് പോണ്ട് റിലീസ് ചെയ്യാനാണ്. അല്ല ലൈഫ് ലോങ് നമ്മൾക്ക് ഈ അക്വരത്തിലൊന്നും ഇതിനായിട്ട് വളർത്താനേ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമാണിത്. ചെറുതായിരിക്കുമെന്ന് കരുതി ചെറിയ അക്വരത്തിൽ കൊണ്ടിടും, അവസാനം അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ഫിഷിനാണെങ്കിലും സ്ട്രെസ്സാകും, വളർത്തുന്നവർക്കും സ്ട്രെസ്സ് കൂടും. അപ്പം പറയുന്നത് വെച്ചാൽ ചെറിയൊരു പോണ്ടായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം വാങ്ങിച്ച് നമുക്ക് വളർത്തിയെടുക്കാം, പക്ഷേ കുറച്ചാൾ കഴിയുമ്പോൾ സൈസായി കഴിഞ്ഞാൽ പോണ്ടിലോട്ട് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഗൈസ്, ഈ 3 ക്യാറ്റ് ഫിഷാണ് നമ്മുടെ ഇവിടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ കുറേ എക്സോട്ടിക് സ്പീഷീസ് ക്യാറ്റ് ഫിഷുകളുണ്ട്. എന്ന് വെച്ചാൽ വൾച്ചർ ക്യാറ്റ് ഫിഷ് ഉണ്ട്, ഗൂഞ്ച് ക്യാറ്റ് ഫിഷ് ഉണ്ട്, വെയിൽസ് ക്യാറ്റ് ഫിഷ് ഉണ്ട്, മീക്കോങ് ക്യാറ്റ് ഫിഷ് ഉണ്ട്. അങ്ങനെ ഇഷ്ടത്തിന് വെറൈറ്റി ഉണ്ട്, നല്ല സൈസ് വെക്കുന്നതും ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ളതും. അതിനൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുന്നതാണ്, ഇങ്ങനെ പരിചയപ്പെടുത്തുകൊണ്ടിരിക്കും. അപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഒരു പിഞ്ച് ഓഫ് സോൾട്ട് എടുത്താൽ മതി. നമ്മുടെ ഇവിടെ കാണുന്ന വാളയില്ലേ, നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ വളർത്തുന്നത് ഷാർക്ക് എന്ന് പറയുന്നത്, അതും ഒരു ക്യാറ്റ് ഫിഷിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ്. നമുക്ക് പറഞ്ഞതേ ഉള്ളൂ, ഇത് ഒത്തിരി പേർക്കൊന്നും അങ്ങനെ അറിയത്തില്ല. അപ്പം ഗൈസ്, ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എക്സോട്ടിക് ആയിട്ടുള്ള എല്ലാ വെറൈറ്റിയും കുറിച്ച് നമ്മുടെ ചാനലിൽ പറയുന്നതായിരിക്കും. നമ്മുടെ വാഹയുടെ വീഡിയോ, ബ്രീഡിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. നമ്മളിപ്പോൾ ചാനലിൻ്റെ അവസാനം നമ്മൾ അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. അപ്പം ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.